കറുത്തവനാറ് മുഖത്ത് പുള്ളിയുള്ള സഅദ് റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് കരഞ്ഞു ചോദിച്ചു, യാ ഹബീബല്ലാഹ്, എന്തിനാ കരയുന്നതെന്ന് ചോദിച്ചില്ലേ? നബിയെ, എനിക്കാരും പെണ്ണ് തരുന്നില്ല നബിയെ, എനിക്ക് സൗന്ദര്യവും സമ്പത്തും ഇല്ലല്ലോ നബിയെ. അല്ലാഹുവിന്റെ റസൂലിനെ ഇഷ്ടപ്പെടുന്ന പ്രിയപ്പെട്ട സഹാബി അങ്ങനെ പറഞ്ഞപ്പോ കുഞ്ഞാര ഹബീബിന്റെ മനസ്സൊന്ന് പൊട്ടിപ്പോയി. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, സഅദേ, അവിടുത്തെ ഏറ്റവും വലിയ കാശുകാരനായ അംറുണ്ടല്ലോ, ആ അംറിന്റെ ഒരു സുന്ദരിയായ മോളുണ്ടല്ലോ, അംറിന്റെ മോളായ റുഖിയ എന്ന പൊന്നുമോളെ നിനക്ക് തരാ. ഞാൻ പറഞ്ഞെന്ന് പറയാൻ ഓടുകയാണ്. സന്തോഷത്തോടെ ഓടിപ്പോയി കറുത്തവനായ സഅദ് റളിയല്ലാഹു അൻഹു. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതാ, അംറെന്ന മുതലാളിയുടെ കൊട്ടാരത്തിന്റെ അകത്ത് പോലെ വാതിൽ പൊട്ടി തുറക്കുമ്പോ ചോദിച്ചു, നിങ്ങളുടെ പൊന്നുമോള് എനിക്ക് നിക്കാഹ് ചെയ്തു തരാൻ ആരെന്ന് റസൂൽ പറഞ്ഞതാണ്. അംർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്തേ സഅദേ നീ പറയുന്നത്? നീ കറുത്തവനല്ലേ, നീ പണമില്ലാത്തവനല്ലേ, എന്റെ പൊന്നുമോളുടെ സൗന്ദര്യം നിനക്കറിയോ? ഈ മക്ക മുഴുവനും കൊതിക്കുന്ന സൗന്ദര്യമാണ് എന്റെ പൊന്നുമോൾക്കുള്ളത്. സഅദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്നാ വേണ്ട, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതുകൊണ്ട് വന്നതാണ്. വരണ്ടായിരുന്നു തമ്പുരാനെ, എനിക്ക് ആര് പെണ്ണ് തരാനാണ്? എനിക്ക് സൗന്ദര്യമില്ലല്ലോ, ഞാൻ കറുത്തവനാണല്ലോ എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് ഇറങ്ങി വരുമ്പോ അംർ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിന്റെ അകത്ത് നിന്നൊരു കരച്ചിലേക്കുകയാണ്. അംർ റളിയല്ലാഹു അൻഹു പോയി നോക്കുമ്പോ പൊന്നുമോള് റുഖിയ ഇരുന്ന് കരയുന്നു. എന്റെ പ്രിയപ്പെട്ട ഉപ്പാ, നിങ്ങൾ ആരെയാ പറഞ്ഞു വിട്ടതെന്നറിയോ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു വിട്ട മണിമാരനെയല്ലേ. അത് കറുപ്പിനിക്കട്ടെ, അത് വൈകല്യമുള്ള ആളാകട്ടെ, എന്റെ ഭർത്താവായിട്ട് എനിക്ക് സഅദ് മതി വാപ്പാ, സഅദ് മതി വാപ്പാ. ഈ സൗന്ദര്യമൊക്കെ അല്ലാഹു തരുന്നതല്ലേ വാപ്പാ. അംർ റളിയല്ലാഹു അൻഹു മോളെ പിടിവാശി കണ്ടപ്പോ ഇറങ്ങി ഓടുകയാണ്. പോകല്ല സഅദേ, കരഞ്ഞുകൊണ്ട് പോകുന്ന സഅദിനോട് പറയുന്നു, കരയല്ല സഅദേ, പോകല്ല സഅദേ. അല്ലാഹുവിന്റെ റസൂലിനോട് പോയി പറയല്ല സഅദേ, എന്റെ മോൾക്ക് നിന്നെ നിക്കാഹ് കഴിക്കാൻ സമ്മതമാണ്. സഅദ് റളിയല്ലാഹു അൻഹു കണ്ണീര് തുടയ്ക്കുകയാണ്, ഓടി ചെല്ലുകയാണ്. യാ റസൂലല്ലാഹ്, സമ്മതിച്ചു നബിയേ, സമ്മതിച്ചു നബിയേ, അത്ര സുന്ദരിയാണ്, മക്കയിൽ ആർക്കും അങ്ങനെ ഒരു സുന്ദരിയെ കിട്ടിയിട്ടില്ല നബിയേ. ഈ കറുത്ത സഅദിന് ഒരു സുന്ദരിയാണ് കിട്ടാൻ പോകുന്നത് നബിയേ. പക്ഷെ അല്ലാഹുവിന്റെ റസൂലേ, ഒരു കാര്യക്ക് പോലും വാങ്ങാൻ ഗതിയില്ലാത്ത ഞാൻ എന്താണ് എന്റെ പ്രിയപ്പെട്ടവർക്ക് മകൾ കൊടുക്കുന്നത് നബിയേ? എനിക്കൊരു പുതിയ വസ്ത്രം വേണ്ട നബിയേ. എത്ര ദിവസം കൊണ്ട് ധരിക്കുന്ന വസ്ത്രമാണിത്? ഇതാണോ ഒരു പുതുമണവാളെന്നാണ് ധരിക്കുന്നത് റസൂലേ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഉസ്മാൻ അടുത്തേക്ക് ചെന്ന് ചോദിക്കുക. ആരംഭ റസൂൽ പറഞ്ഞു വിട്ടപ്പോ ചെന്നു ഉസ്മാൻ റളിയല്ലാഹു അൻഹു കൊടുക്കുകയാണ്. അല്ലാഹുവേ, മകൾ കൊടുക്കാറുള്ള കാശ്, പിന്നെയോ ഒരു പുതുമണവാളന്റെ മനോഹരമായ വസ്ത്രം വാങ്ങാറുള്ള കാശ്, അതുകൊണ്ട് കമ്പോളത്തിലേക്ക് മഹാനായ സഅദ് റളിയല്ലാഹു അൻഹു തുള്ളിച്ചാടി ചെല്ലുകയാണ്. എന്റെ ചെറുപ്പക്കാരാ, എന്റെ കടക്കാരൻ ചെറുപ്പക്കാരാ, ഈ ദീനീ പ്രവർത്തനത്തിന് വേണ്ടി കസേര വറക്കുന്ന, ഇവിടുത്തെ മദർസയ്ക്ക് വേണ്ടി വിയർപ്പൊടുക്കുന്ന, ഇവിടുത്തെ ഞങ്ങൾക്ക് വേണ്ടി ത്യാഗം ചെയ്യുന്ന എന്റെ പ്രിയപ്പെട്ട രക്തത്തിളപ്പുള്ള ചെറുപ്പക്കാരാ, മഹാനായ സഅദ് റളിയല്ലാഹു അൻഹു കമ്പോളത്തിൽ നിൽക്കുമ്പോ സഹാബികൾ ഇങ്ങനെ ഓടുകയാ. സഅദ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, നിങ്ങൾ എവിടെയാ? ഈ ഓടുന്നത് എവിടെയാ? എന്റെ കല്യാണം നിങ്ങൾ അറിഞ്ഞില്ലേ? നാളെ എന്റെ നിക്കാഹ് നടക്കാൻ പോകുന്നു, ഏറ്റവും വലിയ സുന്ദരിയാണ്. അവര് പറഞ്ഞു, ഞങ്ങൾക്കത് കേൾക്കാൻ നേരമില്ല സഅദേ, ഞങ്ങൾ ഓടുന്നത് അല്ലാഹുവിന്റെ റസൂൽ വിളിച്ചിട്ടാ ഓടുന്നത്. ശത്രുക്കൾ വന്നിരിക്കുന്നു, യുദ്ധം നടക്കാൻ പോകുന്ന സഅദേ, യുദ്ധം നടക്കാൻ പോകുന്ന സഅദേ. ആ യുദ്ധത്തിൽ അണിചേരാനുള്ള സ്വയം കിട്ടാനുള്ള ആവേശം കൊണ്ട് ഞങ്ങൾ ഓടുകയാണെന്ന് പറഞ്ഞപ്പോ മഹാനായ സഅദ് റളിയല്ലാഹു അൻഹു രണ്ടാമത് ചിന്തിക്കേണ്ടി വന്നില്ല. മലബാറിൽ ഒരു കല്യാണം നടക്കുമ്പോ എത്ര ദിവസമാണ് നിസ്കാരം മുടങ്ങുന്നത്? മലബാറിൽ ഒരു കല്യാണ മാമാങ്കം നടക്കുമ്പോ എത്ര ലക്ഷമാണ് പൊടിച്ചു കളയുന്നത്? എന്റെ സ്നേഹമുള്ള ചെറുപ്പക്കാരോട് പറയുകയാണ്, അവനെ സർവ്വതും അവസാനിപ്പിക്ക്, പൊന്നുപോലെ സർവ്വതും അവസാനിപ്പിക്ക്. മഹാനായ സഅദ് റളിയല്ലാഹു തആല രണ്ടാമതൊന്നും ചിന്തിച്ചില്ല. അല്ലാഹുവിന്റെ റസൂലിനോടൊപ്പം യുദ്ധം ചെയ്യാനുള്ള കൊതിയാണ് വികസിക്കുന്നത്. സ്വർഗത്തിന്റെ സുഗന്ധവും സ്വർഗത്തിന്റെ മാളികയും കിട്ടാനുള്ള ആവേശമാണ് മികച്ചു നിൽക്കുന്നത്. അവിടെ സുന്ദരിയായ പെണ്ണിന്റെ വിലയില്ല, അവിടെ കല്യാണത്തിന്റെ വിലയില്ല, അവിടെ സുഖത്തിന് വിലയില്ല. മഹാനായ സഅദ് റളിയല്ലാഹു തആല ആ കാശ് കൊണ്ട് ഒരു വാട് വാങ്ങുകയാ, ഒരു പരിച വാങ്ങുകയാ. അപ്പോഴാണ് സഅദ് റളിയല്ലാഹു അൻഹു ചിന്തിച്ചത്, അല്ലാഹുവേ, എന്നെ കണ്ടാൽ അല്ലാഹുവിന്റെ റസൂൽ യുദ്ധം ചെയ്യാൻ സമ്മതിക്കൂല, ഒരിക്കലും സമ്മതിക്കൂല. നീ മണവാളനാണ്, ഒരു പെണ്ണ് മനസ്സുകൊണ്ട് കൊതിച്ചിരിക്കുക, അതുകൊണ്ട് ഇറങ്ങേണ്ട സഅദ് എന്ന് അല്ലാഹുവിന്റെ റസൂൽ
പറഞ്ഞ റസൂൽ പറഞ്ഞ പിന്നെ അതിനപ്പുറത്തേക്ക് സ്ഥലമില്ലല്ലോ. അല്ലാഹുവിന്റെ റസൂൽ അറിയാതിരിക്കാൻ ഒരു മുഖം മൂടി ബാക്കി കാശുകൊണ്ട് അല്ലാഹുവിന്റെ വാങ്ങുകയാണ്. എന്റെ വടക്കാങ്കരയിലെ മലബാറിന്റെ തീരത്തെ ചെറുപ്പക്കാർക്ക് വേണ്ടി പറയാണ്, പൊന്നുപോലെ അല്ലാഹു തന്ന ആരോഗ്യം അത് പടച്ചവൻ തന്നെ തിരിച്ചു കൊടുത്തരെ. സ്നേഹിച്ച് നോമ്പ് പിടിച്ച് ഇബാദത്ത് ചെയ്ത് അല്ലാഹുവിന്റെ സ്നേഹം തിരിച്ചു വാങ്ങിക്കോ ചെറുപ്പക്കാരാ. സഹോദരി അല്ലാഹുവിന്റെ മുഖം മൂടി ധരിക്കുകയാണ്. വലത്തേ കൈയോടെ പിടിച്ച വാഴത്തെ കൈയിൽ പരിചയ വെച്ചിട്ട് അല്ലാഹുവേ സഹാബത്തിനോടൊപ്പം ആവേശത്തോടെ യുദ്ധത്തിന്റെ രാഗണത്തിൽ ചാടി ഇറങ്ങുമ്പോ എല്ലാവരും നോക്കുകയാണ്. ആരാണ് ആ മുഖം മൂടി ധരിച്ച മനുഷ്യനാരാ? ആ മുഖം മൂടി ധരിച്ച മനുഷ്യനാരാ? അതാണ് വില്ലനാണ്, ബീജുദേശമാണ്, വീരാണ്, വീരനാണ്. എന്തൊരു ധൈര്യമാണ്! എത്ര ശത്രുക്കളെയാണ് ശിരസറ്റ ബന്ധങ്ങൾ യുദ്ധത്തിന്റെ രണഭൂമിയിലൂടെ ചവിട്ടി വീഴ്ത്തുന്നത്! എത്ര തൗഫീഖുള്ള യോദ്ധാവാണ്, എത്ര കഴിവുള്ള യോദ്ധാവാണ്! മുഖം മൂടി ധരിച്ചുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് പടവലിൽ കൊണ്ടിരിക്കുകയാ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ആ യുദ്ധം കഴിഞ്ഞു പോയപ്പോ ആരംഭ റസൂലിന്റെ മുമ്പിലേക്ക് ശുഹദാക്കളുടെ ശരീരം കൊണ്ടുവെക്കുകയാ. ഇതിന്റെ സഹാബിയാണ് നബിയെ. ആ ഭാഗത്ത് കിടന്ന ശരീരമാണ് നബിയെ. രക്തത്തിൽ കുളിച്ചു കിടന്ന ശരീരമാണ് നബിയെ. അങ്ങനെ ഓരോന്നുകൊണ്ട് ആരംഭ റസൂലിന്റെ മുമ്പ് വെക്കുമ്പോ ഒരു സഹാബി വന്ന് പറയുന്നു, യാ ഹബീബല്ലാഹ്, യുദ്ധം തുടങ്ങിയത് മുതൽ നിങ്ങൾ ശ്രദ്ധിച്ചതാ, മുഖം മൂടി ധരിച്ച ഒരു മനുഷ്യനെ നിങ്ങൾ ശ്രദ്ധിച്ചതാ. പക്ഷേ നബിയെ അതാരെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ല. ആ മുഖം മൂടി ധരിച്ച തലയതാ യുദ്ധത്തിന്റെ ഒരു ഭാഗത്ത് രണഭൂമിയുടെ ഒരു ഭാഗത്ത് നിറച്ചു കിടക്കുന്ന നബിയെ. ആ സഹാബിയുടെ ഒരു കൈ ഒരു ഭാഗത്ത് കിടക്കുന്ന നബിയെ. ആ സഹാബിയുടെ കാൽ ഒരു ഭാഗത്ത് കിടക്കുന്ന നബിയെ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അതാരാണ്? ഒത്തു ഹബീബിനെയും കൊണ്ട് സഹാബികളാ രണഭൂമിയിൽ കടന്നു ചെല്ലുന്നു. അല്ലാഹുവിന്റെ റസൂൽ ആ മുഖം മൂടി ധരിച്ച സഹാബിയുടെ അടുത്തേക്ക് ചെന്നിട്ട് ആ മുഖം മൂടി എങ്ങോട്ട് എടുത്തു മാറ്റുമ്പോ ആരംഭ റസൂലിന്റെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീര് അണക്കെട്ട് പൊട്ടുമ്പോൾ പൊട്ടി ഒഴുകുമ്പോ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഇതെന്റെ സൈഡല്ലേ, ഇതെന്റെ സൈഡല്ലേ, ഇതെന്റെ സൈഡല്ലേ, ഇതെന്റെ സൈഡല്ലേ. അല്ലാഹുവിന്റെ റസൂൽ അത് വാരി കൂട്ടിക്കൊണ്ടുവരികയാ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, തോന്നിവാസം ചെയ്തിട്ട് സ്വർഗം ചോദിച്ചാ പോരാ, പരിശ്രമിട്ട് സ്വർഗം ചോദിച്ചാ പോരാ, നിസ്കാരം കളാക്കിയിട്ട് സ്വർഗം ചോദിച്ചാ പോരാ, അഹൽവത്തിന് ചവിട്ടി തേച്ചിട്ട് സ്വർഗം ചോദിച്ചാ പോരാ. അല്ലാഹുവിന്റെ റസൂൽ അവിടെ രണ്ട് അത്ഭുതമാണ് കാണിച്ചത് ചുരുക്കുകയാ. മുത്തുനിബിതങ്ങൾ നിന്റെ പാദവിൽ ഇങ്ങനെ ഉയർത്തി വെച്ചാ നടന്നുപോയത്. സഹാബികൾ ചോദിച്ചപ്പോ ആരംഭ റസൂൽ പറഞ്ഞത്, ഈ സഅദിന്റെ ഖബറടക്കം കാണാൻ സഅദിന്റെ ജീവിതത്തിന്റെ അവസാന സമയത്ത് വാനലോകത്തുള്ള സർവ്വമലക്കുകളും ഈ മണ്ണിലേക്ക് ഇറങ്ങി വന്ന സഹാബത്തെ. ആ ഈമാന്റെ മുന്നിൽ അവർ തോറ്റുപോയി സഹാബത്തെ. ആ പവറിന്റെ മുന്നിൽ അവർ തോറ്റുപോയി സഹാബത്തെ. അതുകൊണ്ട് മലക്കുകൾക്ക് നിൽക്കാനിടമില്ലാത്തത് കൊണ്ട് ഞാൻ എന്റെ കാലിന്റെ പാരം ഉയർത്തിക്കൊടുത്തതാ. അല്ലാഹുവിന്റെ റസൂലേ, അങ്ങ് സഹോദരികളുടെ കഷണങ്ങളാണ് ശരീരത്തെ ഖബറിന്റെ അകത്ത് ഇറക്കി വെച്ചപ്പോ ചിരിച്ചതെന്തിനാ? എന്തിനാ നബിയേ ചിരിച്ചതെന്തിനാ നബിയേ? ഇവന്റെ കണ്ണുകളോടെ പുഞ്ചിരിച്ചതെന്തിനാ? അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, ആര് മരണപ്പെട്ടാലും അവർ പരലോകത്ത് സ്വർഗത്തിലെത്തുമ്പോഴാണ് അവർക്ക് ഹൂറികളെ അല്ലാഹു കൊടുക്കുക. പക്ഷേ ഇവിടത്തെ ഏറ്റവും വലിയ സുന്ദരിയായ പെണ്ണിനെക്കാളും അല്ലാഹു ഒരു സ്ഥാനം കൊടുത്തുപോലെ സാധിക്കുന്നു. ഇവിടത്തെ ഏറ്റവും വലിയ അമ്രന്റെ മകളായ റുഖിയ എന്ന സുന്ദരിയായ പൊന്നുമോളെക്കാൾ ആരംഭ റസൂലിന്റെ സ്ഥാനം കൊടുത്ത സ്ഥലത്തിന് പടച്ചവന്റെ സ്ഥാനം കൊടുത്ത സ്ഥലത്തിന് എനിക്ക് വേണമല്ലോ, എനിക്ക് വേണമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് സ്വർഗത്തിലെ ഹൂറിങ്ങളിലോ മഴക്കുള്ളികളെ പോലെ സഹോദരികളാവുന്നവന് ഉത്തം കൊടുക്കാൻ ദുനിയാവേ ഇറങ്ങി കൊണ്ടുപോയി സഹാബത്തെ. അത് കണ്ടിട്ടാണ് കരനിറന്ന് തോഹാ മുഹമ്മദ് മുസ്തഫ. അവിടെ മുഴുവനും സ്വർഗത്തിന്റെ സുഗന്ധമാ, അവിടെ മുഴുവനും സ്വർഗത്തിന്റെ ഹൂറിങ്ങളാ. എന്റെ മലബാറിന്റെ ദൈവത്തിലേ, നിന്റെ വീട്ടിലേക്ക് സ്വർഗത്തിന്റെ സുഗന്ധം വരുമോ? നിന്റെ ഭവനത്തിലേക്ക് സ്വർഗത്തിന്റെ രസം വരുമോ? വരണം ചെറുപ്പക്കാരാ, അതിനു വേണ്ടിയാണ് ഈ സദസ്സിൽ നിന്നുകൊണ്ട് നിങ്ങൾ പൊട്ടിക്കരയാൻ പോകുന്നത്. ആ ദുആ കഴിയാതെ ചെയ്യുന്നത് ലോകത്തെ ഏറ്റവും വലിയ ഹതഭാഗ്യന്റെ അടയാളമാണ്. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. അല്ലാഹു തആല നമുക്ക് സ്വർഗ്ഗം അനുഗ്രഹിക്കട്ടെ.